ഞാൻ എന്തുകൊണ്ട് ഇത് ചോദിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ യു ഹാവ് ടു ഗീവ് ദിസ് കൈൻഡ്സ് ഓഫ് എക്സാമ്പിൾസ്. എത്തിക്സിലായാലും എസ്ഐയിലായാലും ഒക്കെ നിങ്ങൾ ഇതുപോലത്തെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ടായിരിക്കണം. ആൻഡ് യു ഹാവ് ടു മേക്ക് കമ്പാരിറ്റീവ് അനാലിസിസ്. ഒരു കമ്പാരിറ്റീവ് ആയിട്ട് ഡിഫറെന്റ് കാലഘട്ടം, ഡിഫറെന്റ് സൊസൈറ്റി, ലൈക്ക് ഒരേ കാലഘട്ടത്തിൽ തന്നെ കിടക്കുന്ന രണ്ട് രാജ്യങ്ങളിലുള്ള രണ്ട് കൾച്ചറുകൾ, ഇതൊക്കെ പരസ്പരം താരതമ്യം ചെയ്ത് ആൻസർ എഴുതുന്ന സമയത്ത് മാത്രമേ ആ ആൻസർ ഒരു എൻറിച്ച്ഡ് ആൻസർ ആയിട്ട് ഫീൽ ചെയ്യുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. സോ കമ്മിങ് ബാക്ക് ടു ദിസ്, ഇത്തരത്തിലുള്ള ഒരു മാർക്കറ്റ് റീഫോം അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. ഈ മാർക്കറ്റ് റീഫോമിലൂടെ അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹത്തിന് കോൺസ്റ്റന്റ് ആയിട്ട് ഇപ്പൊ ലൈക്ക് ഫോഴ്സസ് ആണ് എന്നുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഈ ഫോഴ്സ് മാർക്കറ്റിൽ നിന്ന് അദ്ദേഹത്തിന് കുതിരകളെ വാങ്ങിക്കാം. അപ്പൊ അന്നത്തെ കാലഘട്ടത്തിൽ മിലിറ്ററിയുടെ സ്ട്രെങ്ത് ഡിറ്റർമിൻ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറയുന്നത് ഹോഴ്സസ് ആയിരുന്നു. ഓക്കെ, സോ അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോഴ്സസ് പ്രൊവൈഡഡ് ദ മൊബിലിറ്റി. ഓക്കെ, മൊബിലിറ്റി പ്ലസ് ക്വിക്ക് അറ്റാക്ക്. ക്വിക്ക് അറ്റാക്ക്. അപ്പൊ ഏറ്റവും നല്ല ഹോഴ്സ് ഉണ്ടെങ്കിൽ ദാറ്റ് മിലിറ്ററി വിൽ ബി വെരി സ്ട്രോങ്. അപ്പം അതുകൊണ്ട് തന്നെ ട്രെയിൻഡ് ആയിട്ടുള്ള നല്ല ഹോഴ്സസിനെ എപ്പോഴും സ്റ്റോർ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ എപ്പോഴും അവൈലബിൾ ആയിട്ട് വെക്കുക എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ മിലിറ്ററി ടാക്ടിക്സിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫാക്ടർ ആയിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഒരു സെപ്പറേറ്റ് മാർക്കറ്റ് ഹോഴ്സസിന് വേണ്ടിയിട്ട് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ദിസ് പ്രൂവ് ടു ബി വെരി സിഗ്നിഫിക്കന്റ് വെൻ ഇറ്റ് കംസ് ടു ഹിസ് മിലിറ്ററി എക്സ്പെഡിഷൻ. അദ്ദേഹത്തിന്റെ മിലിറ്ററി എക്സ്പെഡിഷൻസിലൊക്കെ അത് ഒരുപാട് സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ദ തേർഡ് മാർക്കറ്റ്. ഈ മാർക്കറ്റ് ആണ് ലൈക്ക് നമ്മൾ പഠിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മൾ പലപ്പോഴും ഇപ്പൊ കഴിഞ്ഞ വർഷം പാലിനുണ്ടായിരുന്ന 1 ലിറ്റർ പാലിനുണ്ടായിരുന്ന വിലയല്ല ഇന്ന് 1 ലിറ്റർ പാലിന്. അതായത് പലപ്പോഴും മാർക്കറ്റിൽ ഇപ്പൊ ലൈക്ക് പെട്രോളിനൊക്കെ മോസ്റ്റ് ഓഫ് ദ ടൈം ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂസ്ലി വില ചേഞ്ച് ചെയ്യുന്നുണ്ട്. ദർ വർ ടൈംസ് ലൈക്ക് 90 രൂപയിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് കുത്തനെ കൂടിയിട്ട് 105 എത്തിയിട്ടുള്ള ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു. ലൈക്ക് ഓരോ ആഴ്ചയിലും അല്ലെങ്കിൽ ലൈക്ക് ഓരോ 2 ദിവസം കൂടുമ്പോഴും ഇതുപോലെ ലൈക്ക് 10 പൈസ 20 പൈസ വെച്ചിട്ട് കണ്ടിന്യൂസ്ലി കൂട്ടിയിട്ട് ഇപ്പൊ എന്ത് ചെയ്തു 100+ അല്ലെങ്കിൽ ലൈക്ക് 105 റേഞ്ചിലേക്ക് എന്ത് ചെയ്തു പെട്രോളിന്റെ പ്രൈസ് എത്തിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, സോ ഇത്തരത്തിലുള്ള കണ്ടിന്യൂസ് മാർക്കറ്റ് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവുന്ന സമയമാണ്. എന്നാൽ ഇത്തരത്തിലുള്ള മാർക്കറ്റ് ഫ്ലക്ച്വേഷൻസ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട്, ഓക്കെ, മാർക്കറ്റ് ഫ്ലക്ച്വേഷൻസ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളതാണ് ഈ ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാർക്കറ്റിലുള്ള എല്ലാ സാധനത്തിന്റെയും പ്രൈസ് അദ്ദേഹം തന്നെ തീരുമാനിക്കും. ഓക്കെ, അതായത് രാജാവ് തീരുമാനിക്കും. ഇപ്പം സേ ഫോർ എക്സാമ്പിൾ ലൈക്ക് 1 കിലോഗ്രാം റൈസ്, അതിന്റെ പ്രൈസ് എല്ലാ സമയത്തും രാജാവ് ഇപ്പം 1 കിലോഗ്രാം പ്രൈസിന് സേ ഫോർ എക്സാമ്പിൾ ലൈക്ക് 10 രൂപ എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ രാജാവ് മാറ്റാതെ ആ പ്രൈസ് അവിടുന്ന് ചേഞ്ച് ചെയ്യാൻ ആർക്കും പറ്റില്ല. ഇപ്പൊ രാജാവ് നാളെ പറയാണ് ഇന്നലെ വരെ 10 രൂപയ്ക്ക് വിറ്റ സാധനം ഇന്ന് മുതൽ 5 രൂപയ്ക്ക് വിൽക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഹാവ് ടു സെൽ ഇറ്റ് ഫോർ ദാറ്റ് പെർട്ടിക്കുലർ പ്രൈസ്. അപ്പം ഇത് എന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജാവിന് അല്ലെങ്കിൽ കുത്തബുദ്ദീൻ ഐബക്കിന് അക്കോർഡിംഗ് ടു ഹിസ് നീഡ്സ്, അദ്ദേഹത്തിന്റെ ആവശ്യത്തിനനുസരിച്ചിട്ട് മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ പ്രൊക്യൂർ ചെയ്യാൻ പറ്റും. ഒരു യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് പെട്ടെന്ന് സാധനങ്ങൾ ശേഖരിച്ച് വെക്കേണ്ടി വരും. ഓക്കെ, നമുക്ക് ലൈക്ക് യുദ്ധം ചെയ്യുന്നതിന്റെ ഇടയിൽ പോയിട്ട് ശേഖരിക്കാൻ പറ്റില്ല. യുദ്ധം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആവശ്യത്തിനുള്ള സാധനങ്ങളും സാമഗ്രികളൊക്കെ ശേഖരിച്ച് വെക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ മാർക്കറ്റ് സ്റ്റെബിലൈസേഷൻ സ്കീം അദ്ദേഹം കൊണ്ടുവന്നു. ആൻഡ് ദാറ്റ് വാസ് ആൾസോ സക്സസ്ഫുൾ. ഓക്കെ, സോ അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു മാർക്കറ്റ് റീഫോംസിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഓർത്തു വെക്കുക. ദെൻ ഇവിടെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു രാജാവ് എത്രത്തോളം ശക്തനാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അദ്ദേഹത്തിന്റെ മിലിറ്ററിക്ക് കൃത്യമായിട്ടുള്ള പേയ്മെന്റ് കൊടുത്തിട്ടുണ്ടായിരിക്കണം, സാലറി കൊടുത്തിട്ടുണ്ടായിരിക്കണം. അങ്ങനെ പ്രോപ്പർ സാലറി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് മിലിറ്ററി വോണ്ട് ഫൈറ്റ് ഫോർ ഹിം. ആ ഒരു സൈന്യം അദ്ദേഹത്തിന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യില്ല. അപ്പൊ കൃത്യമായിട്ടുള്ള സാലറി കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള റവന്യൂ കളക്ഷൻ നടക്കണം. റവന്യൂ കളക്ഷൻ, ഓക്കെ, വളരെ കൃത്യമായിട്ടുള്ള റവന്യൂ കളക്ഷൻ നടക്കണം. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ ഭൂമികളെ പലതായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചില ഭൂമി എന്ന് പറയുന്നത് അത് വളരെ ഫെർട്ടൈൽ ആയിരിക്കും. അവിടെ 2-3 തവണ ഒരു വർഷത്തിൽ നമുക്ക് കൃഷി ഇറക്കാൻ പറ്റും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ജൂൺ മുതൽ സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബർ വരെയുള്ള സമയത്ത് അവിടെ നെല്ല് കൾട്ടിവേറ്റ് ചെയ്തു. അതിനുശേഷം പിന്നീട് ഒരു ഡിസംബർ ഒക്കെ ആകുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ അവിടെ പയർ കൾട്ടിവേറ്റ് ചെയ്തു. ഓക്കെ, സോ അതിനുശേഷം പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ വാഴ കൾട്ടിവേറ്റ് ചെയ്തു. അങ്ങനെ ഒരു കൊല്ലത്തിൽ 3 തവണ അവിടെ കൃഷി ഇറക്കുന്നു. നല്ല ലൈക്ക് ഫെർട്ടൈൽ ആയിട്ടുള്ള ലാൻഡാണ്. അങ്ങനെയാണെങ്കിൽ ആ ലാൻഡിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ ടാക്സ് കളക്ട് ചെയ്യാം. എന്നാൽ ദർ ആർ സെർട്ടൈൻ ലാൻഡ്സ്, ചില അരിഡ് ആയിട്ടുള്ള ചില ലാൻഡ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്ക് അത്രത്തോളം ടാക്സ് കളക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇത്തരത്തില്
ബേസ്ഡ് അപ്പോൺ ദ ഫെർട്ടിലിറ്റി അഗ്രികൾച്ചറൽ പാറ്റേൺ അദ്ദേഹം എന്ത് ചെയ്തു, ലാൻഡിനെ പലതായിട്ട് ഡിവൈഡ് ചെയ്ത് അവിടെ നിന്നെല്ലാം പ്രോപ്പറായിട്ട് റവന്യൂ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഓഫീസേഴ്സിനെയും അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇറ്റ് എൻഷുർഡ് എ സ്റ്റേബിൾ ഇൻകം ടു സപ്പോർട്ട് ഹിസ് മിലിറ്ററി എക്സ്പെഡീഷൻ. അദ്ദേഹത്തിന്റെ മിലിറ്ററി എക്സ്പെഡീഷൻസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റേബിൾ ഇൻകം പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് റീഫോം അദ്ദേഹം കൊണ്ടുവന്നു. ഓക്കെ, ഇതൊരു അഡ്മിനിസ്ട്രേഷൻ റീഫോം ആണ്. റവന്യൂ എന്ന് പറയുന്നത് ഒരു അഡ്മിനിസ്ട്രേഷൻ ആണല്ലോ. സോ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് റീഫോം അദ്ദേഹത്തിന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ദിസ് ആൾസോ ലെഡ് ടു ഹിസ് മിലിറ്ററി സക്സഷൻ. അങ്ങനെ ഇദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു റവന്യൂ കളക്ഷൻ സിസ്റ്റത്തിനെ പിന്നീട് ഡിഫറെന്റ് ആയിട്ടുള്ള ഭരണാധികാരികൾ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെ അഡോപ്റ്റ് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളെന്ന് പറയുന്നത് സൂർ ഡൈനസ്റ്റിയാണ്. ഓക്കെ, സൂർ ഡൈനസ്റ്റിയാണ്. പിന്നീട് സൂർ ഡൈനാസ്റ്റിയിൽ നിന്ന് അത് അഡോപ്റ്റ് ചെയ്യുന്നത് അക്ബർ ആണ്. അപ്പം അക്ബറിന്റെ റവന്യൂ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം എവിടെ നിന്ന് അഡോപ്റ്റ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ആക്ച്വലി അഡോപ്റ്റഡ് ഫ്രം ദ അലാവുദ്ദീൻ ഖിൽജി. അപ്പൊ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ സൂർ ഡൈനസ്റ്റി മാത്രമേ ഉള്ളൂവെങ്കിൽ യു ക്യാൻ മാർക്ക് സൂർ. ഓക്കെ, ഇനി അതല്ല അവിടെ അലാവുദ്ദീൻ ഖിൽജി എന്നുണ്ടെങ്കിൽ യു ഹാവ് ടു മാർക്ക് അലാവുദ്ദീൻ ഖിൽജി ഇറ്റ് സെൽഫ്. സോ ദാറ്റ് ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, സോ അതുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ട് ഈ ഒരു സാധനം പറഞ്ഞു തന്നിട്ടുള്ളത്. ഇദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ഇത്തരത്തിലുള്ള റവന്യൂ അസസ്മെന്റ് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ആദ്യമായിട്ട് നടപ്പാക്കിയത് അലാവുദ്ദീൻ ഖിൽജിയാണ്. അതിൽ നിന്നാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, അക്ബർ തന്റെ മാൻസബ്ദാരി സിസ്റ്റം, അക്ബറിന്റെ സിസ്റ്റത്തിന്റെ പേരാണ് മാൻസബ്ദാരി സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം അക്ബറിന്റെ റവന്യൂ സിസ്റ്റം ആയിട്ടുള്ള മാൻസബ്ദാരി സിസ്റ്റം എവിടെ നിന്ന് അഡോപ്റ്റ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അഡോപ്റ്റഡ് ഫ്രം ദ മാർക്കറ്റ് റീഫോംസ് അല്ലെങ്കിൽ ദ റവന്യൂ റീഫോംസ് ഓഫ് ദ അലാവുദ്ദീൻ ഖിൽജി എന്ന് നിങ്ങൾക്ക് എഴുതി വെക്കാൻ പറ്റണം. ഓക്കെ, ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ, ഫൈൻ. ഇനി ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിൽ നിന്ന് പ്രീവിയസ് ഇയറിൽ UPSC എങ്ങനെയൊക്കെയാണ് പ്രിലിംസ് എക്സാമിനേഷനിൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് എന്നുള്ളതും കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കണം. ഞാൻ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചാപ്റ്റർ 2 പ്രിലിംസ് എക്സാമിനേഷനിലും മെയിൻസ് എക്സാമിനേഷനിലും ഈക്വലി ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചാപ്റ്റർ 2. ഓക്കെ, ബട്ട് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ, ഓക്കെ, സോ ഈ ഒരു ചാപ്റ്ററിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ടുള്ള ചോദ്യങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നോക്കുകയാണെങ്കിൽ, സോ ഇത് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, ബോജ എന്ന് പറയുന്നത് പരമാര ഡൈനസ്റ്റി ആണെന്നുള്ളത് ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പം ഇത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇതും റോങ് ആണ് ഇതും റോങ് ആണെന്നുള്ളത് മനസ്സിലാക്കാം. സോ ദാറ്റ് യു ക്യാൻ റീച്ച് ദ റൈറ്റ് ആൻസർ. ഓക്കെ, സോ ഇത് രണ്ടും നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യും. നൗ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലേക്ക് വരുന്ന സമയത്ത് ഡിഫറെന്റ് ആയിട്ടുള്ള രൂപത്തിലാണ് UPSC ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. ഇപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിഡീവൽ ഇന്ത്യ ടൈമില് പണം എന്ന് പറയുന്ന വേർഡ് എന്ത് ഇൻഡിക്കേറ്റ് ചെയ്യാനായിരുന്നു യൂസ് ചെയ്യുന്നത് എന്നാണ്. അപ്പൊ നമ്മൾ മലയാളികളെ സംബന്ധിച്ചിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഈ എഫിന് പകരം ഇത് P എന്ന് വായിച്ചു കഴിഞ്ഞാൽ പണം, ഒറ്റയടിക്ക് നമുക്ക് ആൻസർ കിട്ടും കോയിൻസ്. ബട്ട് ബാക്കിയുള്ളവരെ സംബന്ധിച്ചിട്ട് അങ്ങനെ ആയിരിക്കണമെന്നില്ല. കാരണം പണം അല്ലെങ്കിൽ പണം എന്ന് പറയുന്നത് സെയിം മീനിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈവൻ ലൈക്ക് തമിഴ്സിനോ അല്ലെങ്കിൽ തെലുങ്ക് അല്ലെങ്കിൽ ഹിന്ദി ബെൽറ്റിലുള്ള ആൾക്കാർക്ക് എക്സാക്ട്ലി അങ്ങനെ ആയിരിക്കണമെന്നില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ചിട്ട് ദിസ് വാസ് കമ്പാരിറ്റീവ്ലി ഈസി. ഓക്കെ, പണം എന്ന് പറയുന്നത് കോയിൻസ് ആണ്. ഇത് എന്തുകൊണ്ട് ഞാൻ ഇത് പറഞ്ഞു എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ആ ചാപ്റ്ററിൽ എത്തുന്ന സമയത്ത് കാണിച്ചു തരും. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ പഠിച്ചത് അലാവുദ്ദീൻ ഖിൽജിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, സോ ഡ്യൂറിംഗ് ദി റെയിൻ ഓഫ് ദി അലാവുദ്ദീൻ ഖിൽജി വൺ മംഗോൾ അസോൾട്ട് മാർച്ച്ഡ് അപ് ടു ഡൽഹി ആൻഡ് ബിസൈജ്ഡ് ദ സിറ്റി. ഓക്കെ, then അടുത്തത് മുഹമ്മദ് ബിൻ തുഗ്ലക്ക് temporarily lost portions of the northwest of his kingdom to Mongols. So മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ സമയത്ത് ഈ നോർത്ത് വെസ്റ്റ് റീജിയനിലുള്ള കുറച്ച് ഏരിയാസ് ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അത് മൊങ്കോൾസിലേക്കല്ല നഷ്ടപ്പെട്ടത്. ഓക്കെ, ആൻഡ് അലാവുദ്ദീൻ ഖിൽജിയുടെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹി വാസ് എ വെരി സ്ട്രോങ് റൂളർ. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിലേക്ക് വന്നിട്ട് ആ കാലഘട്ടത്തിൽ ഡൽഹി പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നിയർലി ഇമ്പോസിബിൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹി വാസ് എ വെരി സ്ട്രോങ് റൂളർ, വളരെ സ്ട്രോങ് ആയിട്ടുള്ള മാർക്കറ്റ് റീഫോംസ് ഒക്കെ ഉള്ള ഒരാളാണ്. ഓക്കെ, സോ അങ്ങനെ വരുന്ന സമയത്ത് അത് ആസ് സച്ച് പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് ഇറ്റ് വാസ് മച്ച് ഡിഫിക്കൽട്ട്. ബട്ട് ഇറ്റ് ഹാപ്പൻഡ് വൺ ടൈം. അത് അദ്ദേഹം ഈ ഒരു മാർക്കറ്റ് റീഫോംസ് കൊണ്ടുവരുന്നതിന് മുൻപാണ്. ഓക്കെ, സോ ഇത്തരത്തില് ഈ ഡൽഹി ഇവർ ക്യാപ്ചർ ചെയ്തു, അദ്ദേഹത്തിന്റെ സം ഏരിയാസ് അദ്ദേഹത്തിന് ലോസ് ആയ സമയത്താണ് ഈ മിലിറ്ററി ഇത്രത്തോളം സ്ട്രോങ് ആയിരിക്കണം എന്നുള്ള കാര്യം അദ്ദേഹത്തിന് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പിന്നീട് ഈ ഡൽഹി തിരിച്ചു പിടിക്കുകയും ഈ മിലിറ്ററി റീഫോംസ് കൊണ്ടുവരികയും ചെയ്തു. ഓക്കെ,
സോ ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. അലാവുദ്ദീൻ ഖിൽജിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്, മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ കുറിച്ചിട്ട് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഇൻവേഷൻസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ ജലാലുദ്ദീൻ ഖിൽജിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടില്ല. ഇവിടെ ഞാൻ നിങ്ങൾക്ക് പ്രീവിയസ് ഇയറിൽ ഏതൊക്കെ പെർസ്പെക്റ്റീവിൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് കാണിച്ചു തരുന്നത്. ആൻസർ ചെയ്യുന്നത് വി ക്യാൻ ഡു ഇറ്റ് ലേറ്റർ. ഓക്കെ. ദെൻ സ്ലേവ് ഡൈനസ്റ്റിയിൽ വരുന്ന വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് റൂളർ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പഠിച്ച കുത്തബുദ്ദീൻ ഐബക്ക് കഴിഞ്ഞ് പിന്നെ വരുന്ന റൂറലാണ് ഇൽത്തുമിഷ് എന്ന് പറയുന്നത്. ഇൽത്തുമിഷ് കഴിഞ്ഞിട്ട് പിന്നീട് സുൽത്താന റസിയ ഒക്കെ വരുന്നുണ്ട്. ഓക്കെ. സോ വി വിൽ ലേൺ അബൌട്ട് സുൽത്താന റസിയ സെപ്പറേറ്റ്ലി. അപ്പം ഇൽത്തുമിഷ് വരുന്നുണ്ട്. സോ ഇൽത്തുമിഷിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ചെങ്കിസ് ഇൻവേഷനെ കുറിച്ചിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഈ ഒരു രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നന്നായിട്ട് വായിക്കുക. ഇറ്റ് വാസ് ഡ്യൂറിംഗ് ദ റെയിൻ ഓഫ് ദി മുഹമ്മദ് ബിൻ തുഗ്ലക് ദാറ്റ് ദ തൈമൂർ occupied Multan and crossed the Indus. ഇൻഡസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോർത്ത് വെസ്റ്റ് ആണ്. ഇത് 2021 മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ രാജ്യത്തിലേക്ക് ഉണ്ടായിട്ടുള്ള ആക്രമണം, അതും ഫ്രം നോർത്ത് വെസ്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് ഇറ്റ് വാസ് ആൾസോ ഫ്രം തൈമൂർ. ഇറ്റ് വാസ് ആൾസോ ഫ്രം ലൈക്ക് നോർത്ത് വെസ്റ്റ് റീജിയൻ അല്ലെങ്കിൽ മുങ്കോൾ ആണ്. ഓക്കെ. അതേ സാധനം 2022 റിപ്പീറ്റ് വന്നത് നിങ്ങൾക്ക് കാണാം. മുഹമ്മദ് ബിൻ തുഗ്ലക്ക് temporarily lost portions of the northwest of his kingdom to Mongols. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സും റോങ് ആണ്. ഓക്കെ, രണ്ട് സ്റ്റേറ്റ്മെന്റ്സും റോങ് ആണ്. അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായിട്ടില്ല. അപ്പൊ 2021 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പ്രോപ്പർ ആയിട്ട് പഠിച്ച ഒരാളെ സംബന്ധിച്ചിട്ട് ഈ സ്റ്റേറ്റ്മെന്റ് റോങ് ആണ് എന്നറിയെങ്കിൽ അതേ സാധനം ചെറിയൊരു ആൾട്ടറേഷൻ വരുത്തിയിട്ട് വീണ്ടും 2022 ചോദിച്ചതാണ്. അപ്പം ഇതും റോങ് ആണ് എന്ന് മാർക്ക് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തറോ ആയിട്ട് പഠിക്കണം എന്ന് പറയുന്നത്. ഓക്കെ, നല്ല തറോ ആയിട്ട് തന്നെ അത് പഠിച്ചിട്ടുണ്ടായിരിക്കണം. ദെൻ അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്, ഓക്കെ, ദ റവന്യൂ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ ഡൽഹി സുൽത്താനേറ്റ് in charge of the revenue collection was called Amir. Okay. Then the Ikta system of the sultans of the Delhi was an ancient indigenous institution. ഓരോ ലാംഗ്വേജും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പം ഈ ഇക്ത എന്ന് പറയുന്ന സമയത്ത് കേൾക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവും അതൊരു പേർഷ്യൻ അല്ലെങ്കിൽ ഒരു അറബിക് ടേം ആയിട്ടാണ് തോന്നുന്നത്. അപ്പൊ അതൊരിക്കലും ഇൻഡിജിനസ് ആവില്ല. ഇൻഡിജിനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ, ഓക്കെ, നമ്മുടെ അല്ലെങ്കിൽ നമ്മൾ അതിനെ മലയാളത്തിൽ എന്താ പറയാ, നമ്മുടെ പ്രാദേശികം. ഓക്കെ, അപ്പൊ അതൊരിക്കലും ഒരു പ്രാദേശികമായിട്ടുള്ള സാധനമല്ല. ഓക്കെ, സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇസ് ആബ്സല്യൂട്ട്ലി റോങ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇസ് റൈറ്റ്. ഈ രണ്ട് ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ റീഡ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും. വി വിൽ റീഡ് ദാറ്റ് ചാപ്റ്റർ ഓൾസോ. ഓക്കെ, ദെൻ ഒബ്വിയസ്ലി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അപ്പൊ റോങ് ആണെന്നുള്ളത് വി വിൽ ഗെറ്റ്. അപ്പം ആ രൂപത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ദെൻ റിമെമ്പർ അബൌട്ട് ദിസ് കാക്കാത്തിയ കിങ്ഡം. ഓക്കെ, കാക്കാത്തിയ ഡൈനസ്റ്റി എന്ന് പറയുന്നത് 13th സെഞ്ചുറിയിൽ ആന്ധ്രാപ്രദേശിൽ ഭരിച്ചിട്ടുണ്ടായിരുന്ന ഒരു രാജവംശമാണ് കാക്കാത്തിയ ഡൈനസ്റ്റി എന്ന് പറയുന്നത്. അപ്പൊ ഈ രൂപത്തിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഈ എല്ലാത്തിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ ഇതിനെ കുറിച്ചിട്ടൊക്കെ ഒരു സൂചന ഈ ഒരു ചാപ്റ്ററിൽ വരുന്നുണ്ട്. അപ്പൊ കൂടുതലായിട്ടും പ്രിലിംസ് എക്സാമിനേഷൻ ആണ് ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ സിഗ്നിഫിക്കന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സീരിയസ്നെസ്സിൽ പഠിക്കേണ്ടത്. ഓക്കെ, എസ്പെഷ്യലി മിഡീവൽ ടൈംസിലേക്ക് വരുന്ന സമയത്ത് പ്രിലിംസ് എക്സാമിനേഷനിലാണ് കൂടുതൽ ചോദ്യങ്ങൾ റിഫ്ലക്ട് ചെയ്ത് വരുന്നത്. ഓക്കെ, നൗ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള ഡൈനാസ്റ്റീസിനെ കുറിച്ചിട്ട് അത്തരം കാര്യങ്ങളായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇവരുടെ റവന്യൂ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് പൊതുവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ അലാവുദ്ദീൻ ഖിൽജിയുടെ റവന്യൂ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ജനങ്ങളുടെ അടുത്ത് നിന്നിപ്പം നമ്മൾ മോഡേൺ ടൈംസിൽ നോക്കുന്ന സമയത്ത് പോലും ഗവൺമെന്റ് ഉണ്ട്. ഓക്കെ, ഗവൺമെന്റ് ഉണ്ട്. ഗവൺമെന്റ് എന്ത് ചെയ്യും, ജനങ്ങൾ ഉണ്ടായിരിക്കും, അതായത് പബ്ലിക്. ഈ പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് ജനങ്ങൾ എന്ത് ചെയ്യും, ദേ വിൽ കളക്ട് ദ ടാക്സ്. എന്നിട്ട് എന്ത് ചെയ്യും, ഇറ്റ് വിൽ ബി ഗിവൺ ടു ദ അഡ്മിനിസ്ട്രേറ്റേഴ്സ്. അഡ്മിനിസ്ട്രേറ്റേഴ്സിന് അത് എന്തായിട്ടാണ് കൊടുക്കുന്നത്, സാലറി ആയിട്ട് കൊടുക്കും. ഓക്കെ, എന്നിട്ട് ഈ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ത് ചെയ്യും, ദേ വിൽ പ്രൊവൈഡ് ദ സർവീസ്. സോ ദിസ് ഇസ് ഹൗ എവറി ഗവർണൻസ് സിസ്റ്റം ഇസ് ഫങ്ഷനിങ്. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ തന്നെയാണ്. കിങ് ഉണ്ട്. ഓക്കെ, കിങ് ഇസ് ദിയർ. ഇവിടെ എന്തുണ്ട്, പബ്ലിക് ഉണ്ട്. ദ പബ്ലിക് ഇസ് ഹിയർ. ദെൻ ഇവിടെ എന്തുണ്ട്, മിലിറ്ററി അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്. ഓക്കെ, മിലിറ്ററി അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്. സോ ദ കിങ് കളക്ടഡ് റവന്യൂ ഫ്രം ദ പബ്ലിക്. എന്നിട്ട് എന്ത് ചെയ്യും, ഹി വിൽ ഗിവ് ദ സാലറി ടു ദ മിലിറ്ററി ആൻഡ് ദ മിലിറ്ററി വിൽ പ്രൊട്ടക്ട് ദ പബ്ലിക്. അപ്പൊ ഈ ഒരു സിസ്റ്റം തന്നെയാണ് എല്ലായിടത്തും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കാര്യം ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യാൻ കാരണം, യു ഷുഡ് നോട്ട് ദിസ് ഫോർ ദി എത്തിക്സ് ആൻസർ. ഓക്കെ, നിങ്ങളുടെ GS2 ആൻസറിലേക്ക് വരുന്ന സമയത്ത് എത്തിക്സില് അവിടെയൊക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഡയഗ്രാം എന്ന് പറയുന്നത്. സോ ദാറ്റ് ദ ഗവൺമെന്റ് ഇസ് റെസ്പോൺസിബിൾ ടു ദ പബ്ലിക് ആൻഡ് ദ അഡ്മിനിസ്ട്രേഷൻ ഇസ് ആൻസറബിൾ ടു ദ പബ്ലിക്. അപ്പം നിങ്ങൾ GS2 അല്ലെങ്കിൽ പൊളിറ്റി ഒക്കെ പഠിക്കുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് ഒറ്റയടിക്ക് ആൻസറിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡയഗ്രാം ആണ് ഇത് എന്ന് പറയുന്നത്. കോണ്ടെക്സ്റ്റ്ലി പറഞ്ഞു എന്ന് മാത്രം.
ഇതേ സെയിം സിസ്റ്റം തന്നെയാണ് ഇവിടെയും വർക്ക് ചെയ്യുന്നത്. സോ റവന്യൂ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പൊ റവന്യൂ കളക്ഷന് വേണ്ടിയിട്ട് രണ്ട് മേജർ ആയിട്ടുള്ള ഭരണ അധികാരികളെ അല്ലെങ്കിൽ രണ്ട് പ്രധാനപ്പെട്ട ഓഫീസേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അതിൽ ഫസ്റ്റ് വരുന്നതാണ് ഒരു രാജാവ് അദ്ദേഹത്തിന്റെ കീഴിലുണ്ടായിരുന്ന എസ്പെഷ്യലി ഡൽഹി സുൽത്താനേറ്റ്സ് അവരുടെ അണ്ടറിലുണ്ടായിരുന്ന ഭൂമിയെ പല പ്രദേശങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തു. ഇപ്പൊ നമ്മൾ ഇന്ത്യയുടെ കേസ് എടുക്കുകയാണെങ്കിൽ പല സംസ്ഥാനങ്ങളായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പല സംസ്ഥാനങ്ങളായിട്ട് നമ്മൾ ഇന്ത്യനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഓരോ സംസ്ഥാനത്തും ഓരോ ബ്ലോക്കുകൾ അല്ലെങ്കിൽ ഓരോ റവന്യൂ ഡിസ്ട്രിക്റ്റുകളൊക്കെ നമുക്ക് കാണാം. അപ്പൊ ഇത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു പ്രദേശത്ത് റവന്യൂ അഡ്മിനിസ്ട്രേഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഡിഫറെന്റ് റവന്യൂ ആയിട്ട് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യുന്നത്, അവിടെ നിന്നുള്ള ടാക്സ് കളക്ഷൻ പ്രോപ്പറായിട്ട് നടത്താൻ വേണ്ടിയിട്ട്. അപ്പം അന്നത്തെ കാലഘട്ടത്തിലും ഇതേപോലെ രാജ്യത്തിനെ ഓരോ പ്രവിശ്യകളായിട്ട് അല്ലെങ്കിൽ ഓരോ ചെറിയ ചെറിയ യൂണിറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്ത് അവിടേക്കെല്ലാം ഓരോ ഭരണാധികാരികളെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത ഓരോ ചെറിയ പ്രദേശങ്ങളെയും പറയുന്ന പേരാണ് ഇഖ്ത എന്ന് പറയുന്നത്. ഓക്കെ, ഇഖ്ത. ഈ ഇഖ്തനെ കുറിച്ചിട്ടാണ് ഇവിടെ ചോദ്യം വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇഖ്തനെ കുറിച്ചിട്ടുള്ള ഒരു ചോദ്യം. ഇഖ്ത എന്ന് പറയുന്നത് ഇൻഡിജിനസ് ആണോ എന്നുള്ളത്. ഓക്കെ, ദ ഇഖ്ത സിസ്റ്റം ഓഫ് ദ സുൽത്താൻ ഓഫ് ഡൽഹി വാസ് ആൻ ആൻഷ്യൻ ഇൻഡിജിനസ് സിസ്റ്റം. അപ്പം അതല്ല. ഓക്കെ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഖ്ത എന്ന് പറയുന്നത് ഒരു പേർഷ്യൻ വാക്കാണ്, ഒരു പേർഷ്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റൈലാണ്. ഡെഫിനറ്റ്ലി നമുക്ക് ഇതുപോലത്തെ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം, അതായത് യൂണിറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അവിടുന്ന് ടാക്സ് കളക്ട് ചെയ്യുന്നത് നമുക്ക് എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഇഖ്ത സിസ്റ്റം പോലെ ആയിരുന്നില്ല. ഓക്കെ, സോ ഇഖ്ത എന്ന് പറയുന്നത് ഒരു പേർഷ്യൻ സിസ്റ്റം ആണ്. അപ്പൊ അതാണ് ഡൽഹി സുൽത്താനേറ്റ്സ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഈ ഓരോ ഇഖ്തയിൽ നിന്നും അതിന്റെ ലാൻഡ് ഓണർ ആയിട്ട് അല്ലെങ്കിൽ അവിടുത്തെ ലാൻഡ് നോക്കി നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇഖ്തദാർ, ഓക്കെ, ഇഖ്തദാറിനെ അപ്പോയിന്റ് ചെയ്യും. ഓക്കെ, ഇഖ്ത എന്താണെന്നുള്ളതും ഇഖ്തദാർ ആരാണ് എന്നുള്ളതും ഓർത്തു വെക്കുക. ഓക്കെ, സോ ഇഖ്തദാർ എന്ന് പറയുന്നത് ഹി ഈസ് എ പേഴ്സൺ ഇൻ ചാർജ് ഫോർ ദ മെയിൻ്റെനൻസ് ഓഫ് ദ ലാൻഡ്. അദ്ദേഹത്തിന്റെ അണ്ടറിലുള്ള ലാൻഡ് അത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആളാണ് ഇഖ്തദാർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതുവരെ പറഞ്ഞത് ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, ഹസ്ന ക്ലിയർ ആണോ? ഓക്കെ, ശ്വേത ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ചോദിക്കണം, ക്ലിയർ ചെയ്യണം. കാരണം ചെറിയ രീതിയിലുള്ള കൺസെപ്ച്വൽ ക്ലാരിറ്റിയിലുള്ള മിസ്സിംഗ് പോലും UPSC ഫൈനൽ എക്സാമിനേഷനിൽ നിങ്ങൾക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. കാരണം 2022 ഇഫ് ഐ എം കറക്റ്റ് 2022 UPSC ചോദിച്ചിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത്, ഓക്കെ, 2022 ചോദിച്ചിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിരുന്നു. ഓക്കെ, ജാഗീർദാറും ഇഖ്തദാറും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളതാണ്. അപ്പം കൃത്യമായിട്ട് ഇഖ്തദാർ ആരാണ് എന്നുള്ള കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാണ്. പ്രിലിംസ് എക്സാമിനേഷനിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ജാഗീർദാർ ആൻഡ് ഇഖ്തദാർ, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ള രൂപത്തിലേക്ക് ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം വൺ ഇസ് ലൈക്ക് ദ ലാൻഡ് ഓണർഷിപ്പ് വരുന്നുണ്ട്, രണ്ടാമത്തെ ആള് ലൈക്ക് റവന്യൂ അഡ്മിനിസ്ട്രേഷൻ ടാക്സ് കളക്ഷൻ ആണ്. അപ്പം ആ ഒരു സ്ലൈറ്റ് ഡിഫറൻസ് മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് ആൻസർ വിൽ ഗോ റോങ്. ഓക്കെ, അവിടെ നൺ ഓഫ് ദി അബോവ് ആയിരുന്നു ആൻസർ. രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു, 1, 2. എന്നിട്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ്, 1, 2 സ്റ്റേറ്റ്മെന്റും കറക്റ്റ്, ഒന്നും കറക്റ്റ് അല്ല എന്നുള്ള 3 ഓപ്ഷൻ. അതിൽ ഡി ആയിരുന്നു ആൻസർ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈച്ച് ഓഫ് ദിസ് ഇസ് ലൈക്ക് വെരി വെരി സിഗ്നിഫിക്കൻറ്റ്. അപ്പം ഈ ഒരു ഇഖ്ത സിസ്റ്റം, ഇഖ്തദാർ ആരാണെന്നുള്ളതും ഒന്ന് ഓർത്തു വെക്കുക. പിന്നെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഓർത്തു വെക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തു വെക്കേണ്ട ഒരു കാര്യമാണ് മുക്തി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നതാണ് മുക്തി. ഇഖ്തദാർ ഓർത്തു വെക്കുക, മുക്തി ഓർത്തു വെക്കുക. ദെൻ മുക്തി എന്ന് പറയുന്നത് മിലിറ്ററി റെസ്പോൺസിബിലിറ്റി ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മോഡേൺ ടൈംസിൽ നോക്കുന്ന സമയത്ത് ഒരു പ്രദേശത്തുണ്ടെങ്കിൽ അവിടുത്തെ റവന്യൂ അഡ്മിനിസ്ട്രേഷന്റെ ഹെഡ് എന്ന് പറയുന്നത് കളക്ടറാണ്. ഓക്കെ, കളക്ടറാണ്. ഇപ്പൊ ലൈക്ക് നമ്മുടെ ഈ ഒരു തൃശ്ശൂർ ജില്ല എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കേരളത്തിലെ ഏതൊരു ജില്ല എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു റവന്യൂ യൂണിറ്റ് ആണ്. അവിടെ നിന്നുള്ള കളക്ഷൻ ലൈക്ക് ടാക്സ് ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിന്റെയും ഹെഡ് ആയിട്ട് വരുന്നത് കളക്ടറാണ്. എന്നാൽ അവിടുത്തെ ലോ ആൻഡ് ഓർഡറിന്റെ മെയിൻ്റനൻസിന്റെ ചാർജ് ആയിട്ട് മോസ്റ്റ് ഓഫ് ദ ടൈം വരുന്നത് ഏതെങ്കിലും ഒരു SP റാങ്കിലുള്ള ഒരു ഓഫീസർ ആയിരിക്കും. ചിലപ്പോൾ അത് SSP ആയിരിക്കും, അതായത് ലൈക്ക് സീനിയർ സൂപ്രണ്ടന്റ് ഓഫ് പോലീസ് ആയിരിക്കാം. അപ്പം ചില സമയത്ത് അത് എന്തായിരിക്കാം, ഈവൻ DIG വരെ റാങ്കിലേക്കുള്ള ആളുകളും ആവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അത് ഏതെങ്കിലും ലൈക്ക് സിഗ്നിഫിക്കൻറ്റ് സിറ്റീസ് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ലൈക്ക് ട്രിവാൻഡ്രം. അല്ലാത്ത കേസിലൊക്കെ ഇറ്റ് വിൽ ബി സംവൺ ഫ്രം ദ SP റാങ്കിലുള്ള ഒരു ഓഫീസർ ആയിരിക്കും.
ഒരു സിറ്റിയുടെ ലോ ആൻഡ് ഓർഡർ, പോലീസ് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ മിലിറ്ററി അഡ്മിനിസ്ട്രേഷൻ നടത്തുന്നത്. അപ്പൊ മുക്തി എന്ന് പറയുന്നത് അല്ലെങ്കിൽ മുക്തിദാർ എന്ന് പറയുന്നത്, ഓക്കെ, മുക്തിദാർ എന്ന് പറയുന്നത് അതെന്താണ്? ആ പ്രദേശത്തുള്ള മിലിറ്ററി അഡ്മിനിസ്ട്രേഷൻ ആണ്. മിലിറ്ററി അഡ്മിനിസ്ട്രേഷൻ ആണ്. ഓക്കെ, സോ ഇതും കൂടെ ഇതിന്റെ കൂടെ ഒന്ന് ഓർത്ത് വെക്കേണ്ടതാണ്. ഓക്കെ, ഇക്ത് എന്താണെന്നുള്ളതും അതുപോലെ മുക്തി എന്താണ് എന്നുള്ളതും. ഓക്കെ, ഇക്ത് എന്താണെന്നുള്ളതും മുക്തി എന്താണെന്നുള്ളതും ക്ലിയർ ആണോ? അപ്പം റവന്യൂ അഡ്മിനിസ്ട്രേഷനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രണ്ട് മേജർ ആയിട്ടുള്ള ഓഫീസേഴ്സിനെ ഇപ്പോൾ ഓൾറെഡി നമ്മൾ പഠിച്ചു. ഓക്കെ, ഇക്തദാർസും അതുപോലെ തന്നെ ലൈക്ക് മുക്തിദാറും. ഓക്കെ, രണ്ട് ഓഫീസേഴ്സിനെ പ്രോപ്പറായിട്ട് ഇപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്ററിലേക്ക് കിടക്കാം. ഈ ചാപ്റ്ററിൽ പറയുന്ന ഓരോ സാധനങ്ങളും സ്പെസിഫിക് ആയിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം, ഏതൊക്കെ പ്രദേശം എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ടാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ പറയുന്ന സൗത്ത് ഇന്ത്യയിൽ വരുന്ന മേജർ ആയിട്ടുള്ള റൂളേഴ്സ് ആരൊക്കെയാണ്, അങ്ങനത്തെ ഡീറ്റെയിൽസ് ആയിരുന്നു നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഡൽഹി അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലുള്ള കാര്യം നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതാണ് ഈ ഒരു ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഡൽഹിയിൽ ഫസ്റ്റ് ഉണ്ടായിരുന്ന റൂളേഴ്സ് എന്ന് പറയുന്നത് തോമർ അല്ലെങ്കിൽ തോമർ രജപുത്ത് റൂളേഴ്സ് ആയിരുന്നു. പിന്നീട് അവരെ കീഴ്പ്പെടുത്തിക്കൊണ്ട് ചൗഹാൻസ് എന്ത് ചെയ്യുന്നുണ്ട്, അധികാരത്തിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, സോ അങ്ങനെ ഈ ഡൽഹിയിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു കോയിൻ ആണ് ഡൽഹിവാൽ എന്ന് പറയുന്നത്. ഓക്കെ, ഡൽഹിവാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോയിൻസ് ആണ്. ഞാൻ ഇതിവിടെ നോട്ട് ചെയ്ത് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. കാരണം ഇവിടെ ഒരു ചോദ്യം കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അല്ലെ. ഇൻ മിഡീവൽ ഇന്ത്യ ദ ടേം ഫണം റെഫേർഡ് ടു, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ചോദ്യം UPSC ഓൾറെഡി ചോദിച്ചിട്ടുണ്ട്. ഇൻ മിഡീവൽ ഇന്ത്യ ദ ടേം ഫണം റെഫേർഡ് ടു കോയിൻസ്. അപ്പൊ ദ സെയിം വേ UPSCക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് എന്തെന്ന് പറയുന്നത്, ഡൽഹിവാൽ എന്താണെന്നുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് ആൾസോ എ കോയിൻ. ഓക്കെ, അതൊന്നും അവിടെ നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. ദെൻ ഫൈനലി അവിടേക്ക് ഡൽഹി സുൽത്താനേറ്റ്സ് വരുന്നുണ്ട്. ആൻഡ് ഇറ്റ് വാസ് ഫ്രം ദ ബിഗിനിങ് ഓഫ് ദ 13th century ആണ്. ദെൻ ഡൽഹി സുൽത്താനേറ്റ്സിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ലൈക്ക് കൺസ്ട്രക്ഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. സോ ഇത് ലൈക്ക് സിരി, ജഹാൻപാന, ഇതൊക്കെ കുറെ കൂടെ ഡീറ്റെയിൽ ആയിട്ട് കൾച്ചർ പഠിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ ഓരോ ഭരണാധികാരികളും കൊണ്ടുവന്നിട്ടുള്ള കൺസ്ട്രക്ഷൻസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ദെൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ആ ഒരു കാര്യം, അതായത് തോമർസ് വരുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് ലൈക്ക് ചൗഹാൻസ് വരുന്നുണ്ട്. ദെൻ ആദ്യകാലങ്ങളിലുള്ള ടർക്കിഷ് റൂളേഴ്സ് ആരൊക്കെയായിരുന്നു ഉള്ളത്, തുർക്കിയിൽ നിന്ന് വരുന്നത് ആരൊക്കെയാണെന്നുള്ളത്, കുത്തബുദ്ദീൻ ഐബക്ക് വരുന്നുണ്ട്, പിന്നെ ഇൽത്തുമിഷ് വരുന്നുണ്ട്, റസിയ വരുന്നുണ്ട്, ദെൻ ഫൈനലി ബാൽബൻ വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ ബാൽബന് ശേഷം അത്ര സ്ട്രോങ് അല്ലാത്ത ചില റൂളേഴ്സ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു ഗ്യാപ്പ് വരുന്നത്. ഓക്കെ, 87 മുതൽ 90 വരെ വീണ്ടും റൂളേഴ്സ് ഉണ്ടായിരുന്നു, ബട്ട് ഹി വാസ് വെരി വീക്ക്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഓവർത്രോ ചെയ്തിട്ട് ജലാലുദ്ദീൻ ഖിൽജി, അതായത് ഗിയാസുദ്ദീൻ ബാൽബന് ശേഷം വരുന്ന ഭരണാധികാരിയുടെ അമ്മാവൻ അങ്ങാണ്ടാണ് ജലാലുദ്ദീൻ ഖിൽജി. അപ്പം അദ്ദേഹത്തിനെ പുറത്താക്കിയിട്ട് പിന്നീട് ജലാലുദ്ദീൻ ഖിൽജി വരുന്നു. ജലാലുദ്ദീൻ ഖിൽജിക്ക് ശേഷം അലാവുദ്ദീൻ ഖിൽജി വരുന്നു 1316. അതിനുശേഷം പിന്നെ ഒരു വീക്ക് ആയിട്ടുള്ള റൂളർ ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിനെ പുറത്താക്കിയിട്ട് ഗിയാസുദ്ദീൻ തുഗ്ലക്ക് വരുന്നു. ഓക്കെ, അങ്ങനെ ഗിയാസുദ്ദീൻ തുഗ്ലക്ക്, ലൈക്ക് മുഹമ്മദ് ബിൻ തുഗ്ലക്ക്, ഫിറോസ് ഷാ തുഗ്ലക്ക്, അതിനുശേഷം ചില വീക്ക് ആയിട്ടുള്ള റൂളേഴ്സ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ പുറത്താക്കിയിട്ടാണ് സയ്യിദ് വരുന്നത്. ഓക്കെ, കിസിർ ഖാൻ സയ്യിദ് വരുന്നുണ്ട്. 1414 മുതൽ 1421 വരെ സയ്യിദ് ഡൈനസ്റ്റി തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അദ്ദേഹത്തിന് ശേഷം അത്ര പ്രധാനപ്പെട്ട റൂളേഴ്സ് വരുന്നില്ല. പിന്നെ 1451 വരെയുള്ള കാലഘട്ടത്തിൽ വീക്ക് ആയിട്ടുള്ള ചില റൂളേഴ്സ് ആണ് വരുന്നത്. 1451 ബഹ്ലൂൽ ലോധി എന്ത് ചെയ്യുന്നുണ്ട്, അധികാരത്തിലേക്ക് വരുന്നുണ്ട്. 1489 ദെൻ ബഹ്ലൂൽ ലോധിക്ക് ശേഷം പിന്നീട് ഏറ്റവും അവസാനത്തെ ഒരു ലോധി റൂളർ ആയിട്ട് ഇബ്രാഹിം ലോധി വരുന്നുണ്ട്. ഓക്കെ, ഇബ്രാഹിം ലോധി വരുന്നുണ്ട്. 1526 ബാറ്റിൽ ഓഫ് പാനിപ്പത്തിൽ വെച്ചിട്ട് അദ്ദേഹത്തിന് ബാബറുമായിട്ട് പരാജയപ്പെടേണ്ടി വന്നു. ഓക്കെ, ബാബറുമായിട്ട് 1526 യുദ്ധത്തിൽ അദ്ദേഹത്തിന് പരാജയപ്പെടേണ്ടി വന്നു. അങ്ങനെ 1526 മുതൽ ഇന്ത്യയിൽ മുഗൾ റൂൾ ആരംഭിക്കുകയാണ്. സോ ദ ഫസ്റ്റ് മുഗൾ റൂളർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാബർ ആണ്. ബാബർ ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തിയ യുദ്ധം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് തന്നെയാണ്. അത് പരാജയപ്പെടുത്തിയ വർഷം എന്ന് പറയുന്നത് 1526 ആണ്. അപ്പം എങ്ങനെയാണ് ഈ പരാജയപ്പെടുത്തിയത് എന്നുള്ളതൊക്കെ ലൈക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഓക്കെ, അതായത് ഇബ്രാഹിം ലോധിക്ക് ആനപ്പട ഉണ്ടായിരുന്നു. അപ്പം ബാബർ ആദ്യത്തെ പ്രാവശ്യം ആക്രമിക്കാൻ വന്ന സമയത്ത് ഈ ആനപ്പടയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. സോ ആനകളെ അങ്ങ് അഴിച്ചു വിട്ടു കഴിഞ്ഞാൽ മുമ്പിലുള്ള എല്ലാത്തിനെയും അടിച്ചു തകർത്തുകൊണ്ട് ആനകൾ അങ്ങ് പോവല്ലോ. അപ്പൊ അങ്ങനെ ആനകൾ എന്ത് ചെയ്തു, ഇബ്രാഹിം ലോധിയുടെ പടയെ ബാബറിന്റെ പടയെ മുഴുവൻ എന്ത് ചെയ്തു, തിരിച്ചോടിച്ചു. അപ്പൊ സ്വാഭാവികമായിട്ടും ബാബർ ഇത് നോട്ട് ചെയ്തു.
പക്ഷെ ഈ ആനനെ സംബന്ധിച്ചിട്ട് രണ്ട് കാര്യങ്ങൾ പേടിയായിട്ടുള്ളതുണ്ട്. ഒന്ന് ലൈക്ക് നല്ല സൗണ്ട്, ഭയങ്കര സൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആനകൾ തിരിച്ചു പോകും. രണ്ടാമത്തത്, ഇവരേതെങ്കിലും കുഴിയിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് എഴുന്നേറ്റ് വരാൻ വേണ്ടിയിട്ട് പാടാണ്. അപ്പം രണ്ടാമത്തെ തവണ യുദ്ധം ചെയ്യുന്ന സമയത്ത് ബാബർ എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ ലാൻഡ് ഏരിയ നന്നായിട്ട് യൂസ് ചെയ്തു. ഈ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെറിട്ടറിയുടെ ലൈക്ക് മുമ്പിലായിട്ട് അദ്ദേഹം ചെറുതായിട്ടുള്ള കിടങ്ങുകൾ കുഴിച്ചു വെച്ചു. അപ്പൊ സ്വാഭാവികമായിട്ടും ആനകൾ വന്നിട്ട് ഇതിലേക്ക് വീണ് കഴിഞ്ഞാൽ ആനകൾക്ക് തിരിച്ച് കയറാൻ പറ്റാത്ത രൂപത്തിലുള്ള കുഴികൾ ഇദ്ദേഹം ഉണ്ടാക്കി വെച്ചു. അതേപോലെ തന്നെ ഇതിന് ഇപ്പുറത്തുള്ള ചില ഏരിയാസിൽ പീരങ്കികൾ വെച്ചിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തു? ഫയർ ചെയ്തു. ഓക്കെ, ആദ്യമായിട്ട് യുദ്ധത്തിൽ പീരങ്കിയൊക്കെ യൂസ് ചെയ്യുന്നത് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ ഫോർ ദ ഫസ്റ്റ് ടൈം പീരങ്കിയൊക്കെ യൂസ് ചെയ്യുന്നത് ബാബറാണ്. അപ്പൊ ഈ പീരങ്കിയുടെ ഭയങ്കരമായിട്ടുള്ള ശബ്ദം കേട്ടതോട് കൂടിയിട്ട് ഈ ആനകൾ തിരിച്ച് വരണ്ടോടാൻ തുടങ്ങി. അപ്പം ബാബറിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് വിട്ട ആനകൾ തിരിച്ചെന്ത് ചെയ്തു? ലോധിയുടെ സൈന്യത്തിനെ തന്നെ ചവിട്ടി അമർത്തിയിട്ട് പോയി. അതോട് കൂടിയിട്ട് ലോധി പരാജയപ്പെട്ടു. ഓക്കെ, സോ ഇതൊക്കെയായിരുന്നു ഇതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ സൈഡ് എന്ന് പറയുന്നത്. അപ്പം വളരെ ടാക്ടിക്കൽ ആയിട്ട് തന്നെയാണ് എന്ത് ചെയ്തിട്ടത്? ബാബർ അദ്ദേഹത്തിനെ പരാജയപ്പെടുത്തിയത്. അത് മാത്രമല്ല, ഈ ഇബ്രാഹിം ലോധിയുടെ തന്നെ ബന്ധുക്കളാണ് എന്ത് ചെയ്യുന്നത്? ഇദ്ദേഹത്തിനെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് ബാബറിനെ ഇന്ത്യയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നതൊക്കെ. ഓക്കെ, ഇത്രയൊക്കെ ലൈക്ക് ഒരുപാട് ചതിയും വഞ്ചനയും ഇത്തരത്തിലുള്ള ടാക്ടിക്സ് ഒക്കെ നിറഞ്ഞതായിരുന്നു അന്നത്തെ ഭരണം എന്ന് പറയുന്നത്. കോണ്ടക്സ്റ്റലി പറഞ്ഞു എന്ന് മാത്രം. അങ്ങനെ ബാബർ വരുന്നുണ്ട്. ബാബർ 1526 അധികാരം ഏൽക്കുന്നുണ്ട്. 1526 മുതൽ 1530 വരെയുള്ള ഒരു 4 വർഷക്കാലത്തോളം ഇന്ത്യ ഭരിച്ചത് ബാബർ ആയിരുന്നു. ഇവിടൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇന്ത്യയിലേക്ക് എത്തുന്ന ഒരു റൂളേഴ്സും പിന്നെ ഇന്ത്യ വിട്ട് തിരിച്ചു പോകുന്നില്ല. അവർ ഇന്ത്യക്കാരായിട്ട് ഇന്ത്യ ഭരിച്ച് ഇന്ത്യയിലുണ്ടായിരുന്ന സമ്പത്തുകൾ യൂസ് ചെയ്തു, ചിലപ്പോൾ അതൊക്കെ കൊള്ളയടിച്ചു. പക്ഷെ അതൊന്നും ഇന്ത്യയുടെ പുറത്തേക്ക് അവർ കൊണ്ടുപോകുന്നില്ല. മറ്റേ പണ്ട് മീശ മാധവന്റെ പറഞ്ഞ പോലെ, മാധവൻ കട്ടതൊന്നും ചേക്ക് വിട്ട് പുറത്തു പോയിട്ടില്ല എന്ന് പറഞ്ഞ പോലെ ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടില്ല. അതൊരു വലിയ കിട്ടലാണ്. എല്ലാം ഇന്ത്യയിൽ തന്നെ കിടപ്പുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പം അങ്ങനെ ബാബർ പുറത്തു നിന്ന് വന്നു, ഇന്ത്യയിൽ സെറ്റിലായി. ഓക്കെ, കാരണം ഞാൻ ഇത് പറയാൻ കാരണം, ഇതിനു മുമ്പ് വന്നിട്ടുണ്ടായിരുന്ന ലൈക്ക് മുഹമ്മദ് ഗോറി. ഓക്കെ, സോ ഈ മുഹമ്മദ് ഗോറി ആയാലും അതില്ലെങ്കിൽ അതിനു മുമ്പ് ഉണ്ടായിരുന്ന ഇൻവേഡേഴ്സിനൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അവർ വന്ന് ഇന്ത്യ കൊള്ളയടിച്ചിട്ട് തിരിച്ചു പോകും. ഓക്കെ, അവർ ഇന്ത്യ കൊള്ളയടിക്കും, സമ്പത്തും കൊണ്ട് പുറത്തേക്ക് പോകും. അപ്പൊ അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നത് പുറത്തുള്ള രാജാക്കന്മാർക്ക് അല്ലെങ്കിൽ പുറത്തുള്ള ആളുകൾക്കായിരുന്നു. ബട്ട് ഇവർ ഇന്ത്യയിലേക്ക് വന്നു, പുറത്തുള്ളതും കൂടെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ട് അവർ ഇവിടെ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പൊ ആ ഒരു മെച്ചം ഇന്ത്യക്ക് പിന്നീട് ചെറിയ രൂപത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, സോ അങ്ങനെ 1526 മുതൽ 1530 വരെയുള്ള കാലഘട്ടത്തിൽ ബാബറാണ്. ഞാൻ ഇത് പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ഫോറിൻ ഇൻവേഷൻസിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് UPSC ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം അവിടെ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് കൊടുക്കേണ്ട ഒരു ആൻസർ ആണ്. ഇപ്പം മുഗൾസ് ആണെന്നുണ്ടെങ്കിൽ അവർ പുറത്തുനിന്ന് വന്നു ഇന്ത്യയിൽ ഇൻവേഡ് ചെയ്തു, പക്ഷേ അവരുടെ കൾച്ചർ, അവരുടെ സാധനം അവർ ഇന്ത്യക്കാരായിട്ട് മാറി. ഓക്കെ, ഈവൻ ഇന്ത്യയുടെ മ്യൂസിക്സിന് അവർ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെ ഡാൻസ് ഫോംസ്, ഫോർ എക്സാമ്പിൾ ലൈക്ക് കഥക്, ഓക്കെ, ഹിന്ദുസ്ഥാനി മ്യൂസിക്സ്, അതുപോലെ ലൈക്ക് പെയിന്റിങ്സിൽ ഇമ്മൻസ് കോൺട്രിബ്യൂഷൻസ് ചെയ്തിട്ടുണ്ട്. ജഹാംഗീർ, ഷാജഹാൻ ഒക്കെ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ പെയിന്റിങ്സ് ആ ഒരു പീക്കിലേക്ക് എത്തുന്നത് ജഹാംഗീറിന്റെ കാലഘട്ടത്തിലാണ്. ദെൻ ഒരുപാട് ആർക്കിടെക്ചറൽ കൺസ്ട്രക്ഷൻസ് അവർ ചെയ്തിട്ടുണ്ട്. ഒക്കെ ഇന്ത്യയിൽ തന്നെ കിടപ്പുണ്ട്. ബട്ട് അതിനുശേഷം വരുന്ന ബ്രിട്ടീഷ് ഇൻവേഷനിലേക്ക് വരുന്ന സമയത്ത് അവിടെ കമ്പാരിസണിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഇന്ത്യനെ ലൂട്ട് ചെയ്ത് തിരിച്ചു പോവാണ് ചെയ്തത്. അപ്പം അവിടെ പലപ്പോഴും പറയാറുള്ള ഒരു കമ്പാരിസൺ, ഈവൻ ശശി തരൂർ നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു കമ്പാരിസൺ എന്ന് പറയുന്നത്, അക്ബറിന്റെ കാലഘട്ടത്തില് ലോക GDPയുടെ 24% ഇന്ത്യയിലായിരുന്നു. ഒരു ചെറിയ രാജ്യം, പക്ഷെ ലോക GDP, ലോക സമ്പത്തിന്റെ 1/4 ഇന്ത്യയിലായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ. പക്ഷെ അത് കഴിഞ്ഞ് ബ്രിട്ടീഷേഴ്സ് ഇന്ത്യയിൽ നിന്ന് തിരിച്ചു പോകുന്ന സമയത്ത് ഇറ്റ് വാസ് ലെസ് ദാൻ 1%. ഓക്കെ, സോ ഇതേ ഒരു കമ്പാരിസൺ UPSC എന്ത് ചെയ്തിട്ടുണ്ട്? ഫോറിൻ ഇൻവേഷൻസിന്റെ സ്വഭാവം, ഓക്കെ, വാട്ട് വാസ് ദ നേച്ചർ ഓഫ് ദ ഫോറിൻ ഇൻവേഷൻ ഡ്യൂറിംഗ് ദ മെഡീവൽ ആൻഡ് ബ്രിട്ടീഷ് ടൈം എന്നുള്ള രൂപത്തിലേക്ക് UPSC എന്ത് ചെയ്തിട്ടുണ്ട്? ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെയൊക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കമ്പാരറ്റീവ് സ്റ്റഡിയാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഓരോ ഇൻഫർമേഷൻസും നമുക്ക് ആവശ്യമുള്ളതാണ്. ദെൻ ബാബറിൻ്റെത് കഴിഞ്ഞു. 1530 ആയ സമയത്ത് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? മരിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് അധികാരത്തിലേക്ക് വരുന്നത് ഹുമയൂൺ ആണ്. ഓക്കെ, ബാബറിന് ശേഷം അധികാരത്തിലേക്ക് എത്തുന്നത് ഹുമയൂൺ ആണ്. അപ്പൊ ഇത്രത്തോളം നിർഭാഗ്യമായിട്ടുള്ള ഒരു ഭരണാധികാരി ചിലപ്പം വേറെ ഉണ്ടാവില്ല. പറയുമ്പം 10-15 കൊല്ലത്തോളം അധികാരത്തിൽ നിന്നിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് കാര്യമായിട്ട് ഭരിക്കാനൊന്നും പറ്റിയിട്ടില്ല. കാരണം ഈ സമയത്താണ് ഷേർഷാ സൂരി വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ സൂർ ഡൈനസ്റ്റി. ഓക്കെ, ഷേർഷാ സൂരി വരുന്നത്, ഇദ്ദേഹം അധികാരത്തിലെത്തി 1-2 കൊല്ലത്തിന്റെ ഇടയ്ക്ക് ഇദ്ദേഹത്തിനെ പുറത്താക്കുന്നുണ്ട്.
പിന്നീട് ഷേർഷാ സൂരിനെ പരാജയപ്പെടുത്തി ഹുമയൂൺ അധികാരം തിരിച്ചു പിടിച്ച് അടുത്ത വർഷം അദ്ദേഹം മരിച്ചും പോകുന്നുണ്ട്. ഓക്കെ, പറയുമ്പം ഇത്രയും കാലഘട്ടത്തിൽ ഇദ്ദേഹമാണ് ഭരണാധികാരി എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും വളരെ കുറഞ്ഞ കാലഘട്ടത്തിൽ മാത്രമേ അദ്ദേഹം രാജാവായിട്ട് നിലനിന്നിട്ടുള്ളൂ. ഓക്കെ, സോ ഞാൻ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണോ? ഫോളോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ഓക്കെ, ഫൈൻ. അങ്ങനെ 1530 മുതൽ ഇനി ഹുമയൂണിന്റെ ഭരണമാണ് വരുന്നത്. ഓക്കെ, 1530 മുതൽ 1556 വരെയുള്ള കാലഘട്ടം. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് എസ്പെഷ്യലി 40 മുതൽ 1540 മുതൽ 1455 വരെ 1455 വരെയുള്ള കാലഘട്ടത്തിൽ ഷേർഷാ സൂരി തന്നെയാണ് ഭരിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇദ്ദേഹത്തിന് പ്രോപ്പറായിട്ട് ഹുമയൂണിന് ഭരിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ 1530 മുതൽ 1556 വരെ എന്ന് ഞാൻ ഇവിടെ എഴുതുകയാണ്. പക്ഷെ മനസ്സിലാക്കി വെക്കുക, ഹുമയൂണിന്റെ ഇടയ്ക്ക് ഈ ഒരു ഷേർഷാ സൂരിയും കൂടെ വരുന്നുണ്ട്. ഈ ഷേർഷാ സൂരി അല്ലെങ്കിൽ സൂർ ഡൈനസ്റ്റിയാണ് മറ്റേ അലാവുദ്ദീൻ ഖിൽജിയുടെ ആ ഒരു റവന്യൂ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിനെ ഇങ്ങോട്ടേക്ക് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പം അതും കൂടെ ഇവിടെ ഓർത്ത് വെക്കുക. അങ്ങനെ ഹുമയൂണിന് ശേഷം പിന്നീട് അധികാരത്തിലേക്ക് വരുന്നത് അക്ബർ ആണ്. 1556 അക്ബർ അധികാരത്തിലേക്ക് വരികയാണ്. അപ്പൊ നമ്മുടെ ഇന്ത്യ കണ്ടതിലെ ദ മോസ്റ്റ് ടോളറന്റ് ഭരണാധികാരി എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഭരണാധികാരിയാണ് അക്ബർ എന്ന് പറയുന്നത്. ഹി വാസ് വെരി ടോളറന്റ്, വെരി ലൈക്ക് ബെനവലന്റ് ടു മോസ്റ്റ് ഓഫ് ദ റിലീജിയൻ. എല്ലാ റിലീജിയനും ഒരേപോലെ സപ്പോർട്ട് ചെയ്ത് എല്ലാ റിലീജിയനും പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ള ഒരു ഭരണാധികാരിയാണ് അക്ബർ എന്ന് പറയുന്നത്. അപ്പം ഇത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഇൻഫർമേഷൻ ആണ്. കാരണം ഇന്ത്യയുടെ സെക്യുലറിസം അല്ലെങ്കിൽ ഇന്ത്യയുടെ മതേതരത്വത്തിനെ പല ആസ്പെക്ട്സിൽ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് UPSC പല തവണ ചോദിച്ചിട്ടുണ്ട്. അതായത് ഇന്ത്യയുടെ സെക്യുലറിസം എന്ന് പറയുന്നത് നമ്മൾ വിദേശത്ത് നിന്ന് കടമെടുത്തതാണോ, അല്ലെങ്കിൽ അത് എന്ന് പറയുന്നത് മോഡേൺ ടൈംസിൽ മാത്രം എമേർജ് ചെയ്ത ഒരു ഐഡിയോളജി ആണോ, ഇങ്ങനെയൊക്കെ ചോദ്യം വന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ സെക്യുലറിസം എന്ന് പറയുന്നത് ഇറ്റ് വാസ് അവർ ഓൺ കൾച്ചർ, ഇറ്റ് വാസ് പാർട്ട് ഓഫ് ദി ഇന്ത്യൻ സിവിലൈസേഷൻ. അതിന് എക്സാമ്പിൾ ആണ് അശോക ചക്രവർത്തി വരുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം ഗുപ്ത റൂളേഴ്സ് വരുന്നുണ്ട്. ദെൻ മിഡീവൽ ടൈംസിലേക്ക് വരുന്ന സമയത്ത് അക്ബർ വരുന്നുണ്ട്. ഇവരൊക്കെ മതേതരത്വം കാത്തു സൂക്ഷിച്ച് എല്ലാ മതത്തിനോടും ഒരേപോലെ പെരുമാറിയിട്ടുള്ള റൂളേഴ്സ് ആണ്. അപ്പം ആ രൂപത്തിൽ നോക്കുമ്പോൾ മതേതരത്വം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇറ്റ് വാസ് സിൻസ് ദ ആൻഷ്യൻ ടൈംസ്. ഓക്കെ, ഈവൻ മൗര്യയുടെ കാലഘട്ടത്തിനും ഈ പറഞ്ഞ പോലെ മതേതരത്വം ഉണ്ടായിരുന്നു. അവർ ഹിന്ദു റിലീജിയനെയും ജൈനിസത്തിനെയും ബുദ്ധിസത്തിനെയും ഒക്കെ ഒരേപോലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ലൈക്ക് സേ ഫോർ എക്സാമ്പിൾ അജാതശത്രു മൗര്യയിൽ ഉണ്ടായിരുന്ന ഒരു ഡൈനസ്റ്റി ഒരു റൂളർ ആയിരുന്നു. അദ്ദേഹം ജൈനിസത്തിന്റെ അല്ലെങ്കിൽ ജൈൻ ഫോളോവർ ആയിരുന്നു. അശോക വാസ് എ ബുദ്ധിസ്റ്റ് ഫോളോവർ. ഓക്കെ, അപ്പം ഇത്തരത്തില് ഓരോ റൂളേഴ്സും അവരുടേതായിട്ടുള്ള എന്താ പറയാ വിശ്വാസങ്ങളുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്ന സമയത്തും മറ്റ് മതങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ദ സെയിം ഇസ് ദ കേസ് ഓഫ് ദി അക്ബർ. അപ്പം ഇന്ത്യയുടെ സെക്യുലറിസം എന്ന് പറയുന്നത് ഇറ്റ് വാസ് എ ഹെറിറ്റേജ് ഓർ ദ ലൈക്ക് ഒരു ലീനിയേജ് ദാറ്റ് വി ഇൻഹെറിറ്റഡ് സിൻസ് ദ ആൻഷ്യൻ ടൈം. അപ്പൊ അവിടെയൊക്കെ നിങ്ങൾ അനാലിറ്റിക്കൽ ആയിട്ട് ആൻസേഴ്സ് എഴുതുന്ന സമയത്ത് കൊടുക്കേണ്ട എക്സാമ്പിൾസ് ആണ് ഈ പറയുന്ന ഓരോ പേരുകളും. ഇപ്പൊ തൽക്കാലം അക്ബറിന്റെ പേര് മാത്രം ഇവിടെ ഒന്ന് ഓർത്തു വെക്കുക. ഹി ഈസ് ദി പിനക്കിൾ, ആ ഒരു സെക്യുലറിസത്തിന്റെ പിനക്കിൾ ഫോമാണ് അക്ബർ എന്ന് പറയുന്നത്. പക്ഷെ അദ്ദേഹം ഒരു ഇല്ലിറ്ററേറ്റ് ആയിരുന്നു. അദ്ദേഹത്തിന് വായിക്കാനോ പഠിക്കാനോ അത്ര അക്ഷരാഭ്യാസം നേടാനോ ഒന്നും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം അക്ബർ ജനിക്കുന്നത് ഹുമയൂൺ അധികാരത്തിൽ ഇല്ലാത്ത സമയത്താണ്. ഞാൻ പറഞ്ഞല്ലോ, സംഭവം റൂളറൊക്കെ ആയിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹം പുറത്താണ്. ഷേർഷാ സൂരി ഇദ്ദേഹത്തിനെ പുറത്താക്കി ഇദ്ദേഹം അലഞ്ഞു നടക്കുകയൊക്കെ ആയിരുന്നു. പിന്നീട് അധികാരത്തിലേക്ക് എത്തുക. അതുകൊണ്ട് തന്നെ അക്ബറിന്റെ പഠനത്തിലൊന്നും കാര്യമായിട്ട് സപ്പോർട്ട് ചെയ്യാൻ ഹുമയൂണിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ സ്വാഭാവികമായിട്ടും അക്ബറിന് അക്ഷരജ്ഞാനം അല്ലെങ്കിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു. ഏറ്റവും കുറവ് അക്ഷരജ്ഞാനമുള്ള മുഗൾ റൂളർ ആയിരുന്നു അക്ബർ എന്ന് നമുക്ക് എന്ത് ചെയ്യാം പറയാം. സോ 1556 അദ്ദേഹം അധികാരത്തിലേക്ക് വരുന്നു. ഏകദേശം ഒരു 1605 വരെ, ഓക്കെ, ഓൾമോസ്റ്റ് ഒരു 50 വർഷക്കാലത്തോളം 49ഓളം വർഷക്കാലം അദ്ദേഹം പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, ഭരിക്കുന്നുണ്ട്. ആൻഡ് ദിസ് വാസ് ദ മോസ്റ്റ് പ്രോസ്പെറസ് ടൈം ഓഫ് ഇന്ത്യ ഇൻ മിഡീവൽ ടൈം. ഒരു രാജ്യത്ത് പ്രോസ്പെരിറ്റി ഉണ്ടാവണമെങ്കിൽ ദർ ഷുഡ് ബി സ്റ്റെബിലിറ്റി വേണം. അപ്പൊ 49 വർഷക്കാലത്തോളം സ്ട്രോങ് ആയിട്ടുള്ള ഒരു റൂളർ നിലനിൽക്കുന്നു എന്ന് പറയുമ്പം അവിടെ സ്റ്റെബിലിറ്റി ഉണ്ടായി. സ്വാഭാവികമായിട്ടും രാജ്യം പ്രോസ്പെരിറ്റിയിലേക്ക് നീങ്ങിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഇന്ത്യ അച്ചീവ്ഡ് ദ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് സ്റ്റെബിലിറ്റി ആസ് വെൽ ആസ് ദ പ്രോസ്പെരിറ്റി. അതുകൊണ്ടായിരുന്നു അക്ബറിന്റെ കാലഘട്ടത്തിലുള്ള GDP നമ്മൾ കമ്പയർ ചെയ്തത്. എന്നാൽ അതേ GDP നമ്മൾ ഔറംഗസേബ്, അതായത് ഷാജഹാൻ കഴിഞ്ഞ് ഔറംഗസേബ് വരുന്ന സമയത്ത് കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ് ഹാസ് ഡിക്ലൈൻ ബിക്കോസ് ഓഫ് ദി ഇൻടോളറന്റ് പോളിസീസ് ഓഫ് ദി ഔറംഗസേബ്. ഔറംഗസേബ് ഇത്രത്തോളം എന്തായിരുന്നില്ല,
ടോളറന്റ് ആയിരുന്നില്ല. ഓക്കെ, ഹി ഹാഡ് കണ്ടക്റ്റഡ് മെനി ലൈക്ക് ഇൻവേഷൻസ് ആൾസോ ലൈക്ക് ലൂട്ടഡ് മെനി ഓഫ് ദ ടെമ്പിൾസ്. പല ക്ഷേത്രങ്ങളും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കൊള്ളയടിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, പലരെയും ആക്രമിച്ച് കീഴടക്കുകയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈവൻ അക്ബർ ആൾസോ ലൈക്ക് അറ്റാക്ക്. പക്ഷെ അക്ബർ അറ്റാക്ക് ചെയ്യുന്നത് ഇറ്റ് വാസ് ഫോർ ദ മിലിറ്ററി, ലൈക്ക് കംപ്ലീറ്റ്ലി ഒരു മിലിറ്ററി പർപ്പസിനാണ്. അക്ബറിന്റെ അറ്റാക്കിന് ഒരിക്കലും ആളുകൾ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് ആസ് എ മിലിറ്ററി ടാക്ടിക്സിൽ അദ്ദേഹം അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പ് ഈഫ് പോസിബിൾ എല്ലാവരുടെ അടുത്തും ആദ്യം കീഴടങ്ങാൻ പറയും. എന്നിട്ട് കീഴടങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം അദ്ദേഹം അറ്റാക്ക് ചെയ്യുന്ന എന്നുള്ള ഒരു പോളിസി. ഇനി അതല്ല, ഒരു മാരേജ് അലയൻസിലൂടെ അത് തീർക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ തീർത്തിട്ടുണ്ട്. അപ്പം അക്ബറിന്റെ ഏറ്റവും വലിയ ലൈക്ക് ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഏറ്റവും വലിയ സപ്പോർട്ടേഴ്സ് എന്ന് പറയുന്നത് രജപുത്സ് അല്ലെങ്കിൽ മറാത്താസ് ആയിരുന്നു. അപ്പൊ അക്ബറിന്റെ കാലഘട്ടത്തിൽ രജപുത്സ് ആയാലും മറാത്താസ് ആയാലും ഇവരൊക്കെ ആയിട്ട് വളരെ നല്ല ലൈക്ക് ഒരു ഡീപ്പ് ബോണ്ടഡ് റിലേഷൻ നിലനിന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഔറംഗസേബിന്റെ കാലഘട്ടം ആയതോട് കൂടിയിട്ട് ഇത് മുഴുവൻ ഇല്ലാതായി. അപ്പൊ സ്വാഭാവികമായിട്ടും രാജ്യത്തിന്റെ സമ്പത്ത് മുഴുവൻ യുദ്ധത്തിലേക്ക് ഉപയോഗിക്കേണ്ടി വന്നു. അങ്ങനെ GDP എന്ത് ചെയ്യുന്നുണ്ട്, അവിടുന്ന് തന്നെ കൊളാപ്സ് ആവുന്നുണ്ട്. പിന്നീട് ബ്രിട്ടീഷേഴ്സ് വന്നതോട് കൂടിയിട്ട് മൊത്തം അങ്ങ് കൊളാപ്സ് ആയി. ഓക്കെ, ഔറംഗസേബിന്റെ കാലഘട്ടത്തിൽ യുദ്ധങ്ങൾ കുറവായിരുന്നതും ഇത്തരത്തിലെ മിലിറ്ററി അലയൻസിലൂടെ അദ്ദേഹം ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി രാജ്യത്ത് കൊണ്ടുവന്നതുമാണ് ആ ഒരു പ്രോസ്പെരിറ്റിക്ക് കാരണമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ അങ്ങനെ 1605 വരെയുള്ള കാലഘട്ടത്തിലേക്ക് അക്ബറാണ് ഭരിക്കുന്നത്. അക്ബറിന്റെ കാലഘട്ടത്തിൽ ഓരോ രാജാവായിട്ട് പ്രത്യേകം ചില കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇപ്പം അക്ബർ എന്ന് പറയുന്നത് ലിറ്ററേച്ചർ ആണ്. ഓക്കെ, ലിറ്ററേച്ചർ. കാരണം അദ്ദേഹത്തിന് അക്ഷരാഭ്യാസം ഇല്ലാത്ത ആളാണ്, പക്ഷേ അദ്ദേഹത്തിന് ഓരോ കാര്യം പഠിക്കാൻ ഭയങ്കര ത്വരയായിരുന്നു. അപ്പൊ അക്ബറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് UPSC ഏറ്റവും കൂടുതൽ ചോദിക്കുക അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ലിറ്ററേച്ചർ ആണ്. എസ്പെഷ്യലി ഓരോന്നും പഠിക്കാൻ വേണ്ടിയിട്ട് പേർഷ്യനിലുള്ള സാധനത്തിന് അദ്ദേഹം സംസ്കൃതത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും, സംസ്കൃതത്തിലുള്ള സാധനത്തിന് അദ്ദേഹം പേർഷ്യനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും. ഓക്കെ, സോ ഇങ്ങനെ പല ഭാഗത്തായിട്ട് ചെതറിക്കിടന്ന നോളജിനെ മുഴുവൻ അദ്ദേഹം പല ഭാഗത്തേക്ക് എന്ത് ചെയ്തു, ട്രാൻസ്ലേറ്റ് ചെയ്ത് എത്തിച്ചു. അതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് പ്രത്യേകമായിട്ടുള്ള ലൈബ്രറികളും പ്രത്യേകമായിട്ടുള്ള ലൈക്ക് നിയാമത് ഖാന, ഇബാദത് ഖാന, ഇങ്ങനെ ലൈക്ക് ഓരോ ഇബാദത് ഖാന ഇസ് ഫോർ ലൈക്ക് റിലീജിയസ് ഡിസ്കഷൻ. അപ്പൊ ഇത്തരത്തില് സെപ്പറേറ്റ് ആയിട്ടുള്ള വർക്ക് ഷോപ്പുകൾ അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ കാര്യം ക്ലിയർ ആണോ?